നമുക്കിന്ന് SPPR ഓട്ടോ സ്വിച്ച് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. SPPR എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് പ്രിവെൻറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അതുകൂടാതെ അതിനൊരു ഓട്ടോ സ്വിച്ച് ഫംഗ്ഷനും കൂടിയുണ്ട്. സിംഗിൾ ഫേസ് 3 ഫേസ് കൊടുക്കുന്ന മോട്ടറുകൾ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ഫേസ് മിസ്സാവുകയാണെങ്കിലോ ഫേസിൻ്റെ സീക്വൻസ് ചേഞ്ച് ആവുകയാണെങ്കിലോ കട്ട് ഓഫ് ചെയ്യാനാണ് SPPR ഉപയോഗിക്കുന്നത്. ഓട്ടോ സ്വിച്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഓൺ സ്റ്റാർട്ടറിനെ ഓൺ ചെയ്യാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു റോക്കർ സ്വിച്ച് ഉണ്ട്, അതുകൂടാതെ ഒരു ടൈമർ നോബുണ്ട്, അതുകൂടാതെ ഇതിന് 6 വയറുകളുമുണ്ട്. ഈ റോക്കർ സ്വിച്ചിന് 3 ഫംഗ്ഷനാണുള്ളത്. 1 ഓട്ടോ, 2 മാനുവൽ, 3 ബൈപ്പാസ്. ഓട്ടോയിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ ടൈമറിൽ സെറ്റ് ചെയ്ത സമയത്തിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടർ ഓൺ ആകുന്നു. ആ സമയത്ത് ഓൺ പുഷ് ബട്ടൻ്റെ വർക്കിംഗ്, നമ്മുടെ സ്റ്റാർട്ടറിലുള്ള ഓൺ പുഷ് ബട്ടൻ്റെ വർക്കിംഗ് ഇല്ലായിരിക്കും, നമ്മുടെ ഈ ഡിവൈസ് വഴി മാത്രമായിരിക്കും ഓൺ നടക്കുന്നത്. മാനുവൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ഓൺ പുഷ് ബട്ടണിൽ സ്റ്റാർട്ടറിലുള്ള ഓണും ഓഫ് പുഷ് ബട്ടണുകളാണ് ഉപയോഗിക്കേണ്ടത്. ആ സമയത്ത് ഈ ടൈമറിൽ SPPയുടെ ടൈമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ ഓൺ പുഷ് ബട്ടൺ ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. സ്റ്റാർട്ടറിലുള്ള ഓൺ ഓഫ് സ്വിച്ചാണ് ആ സമയത്ത് ഉപയോഗിക്കേണ്ടത്. അതുകൂടാതെ ഇതിന് ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ SPPR ഈ റിലേ കേടാവുകയാണെങ്കിൽ നമ്മുടെ വർക്കിനെ തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടി അത് ബൈപ്പാസ് മോഡിൽ ഇടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഓൺ പുഷ് ബട്ടണും ഓഫ് പുഷ് ബട്ടണും ഉപയോഗിച്ച് ഈ സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പം SPPRൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. ഇതിന് മൊത്തം 6 വയറുകളാണ് ഉള്ളത്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. 3 ഫേസ് കൊടുക്കുന്നതിന് വേണ്ടി RYB റെഡ്, യെല്ലോ, ബ്ലൂ എന്ന് പറഞ്ഞ 3 വയറുകളും പിന്നെ ഗ്രീന്, വൈറ്റ്, ഗ്രേ എന്ന 3 വയറുകൾ കൂടിയുണ്ട്. ഇതാണ് സ്റ്റാർട്ടറിൻ്റെ പവർ കണക്ഷൻ. ആ ടോപ്പിൽ കാണുന്ന ടെർമിനലിൽ നിന്നാണ് മോട്ടറിലേക്ക് പോകേണ്ടത്. ഇതൊരു ബോർവെൽ മോട്ടറാണ്. ടോപ്പിൽ കാണുന്ന 3 ടെർമിനലിൽ നിന്നും RYB എടുത്താണ് നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കേണ്ടത്. മുകളിൽ കാണുന്ന 3 ടെർമിനൽ വഴി താഴേക്ക് മോട്ടറിലേക്ക് പോകുന്നു. താഴെയാണ് ഇതിൻ്റെ ഇൻകമിങ്. അവിടെ ഇൻകമിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതും RYB സീക്വൻസിൽ തന്നെ മുകളിലും താഴെയും കൊടുക്കുക. ഈ താഴെ കൊടുക്കുന്ന ഇൻകമിങ്ങിനും RYB എന്നുള്ള അവിടെ നിന്ന് തന്നെ ലൂപ്പ് ചെയ്താണ് നമ്മുടെ SPPയിലേക്കുള്ള RYBയിലേക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. റെഡ്, യെല്ലോ, ബ്ലൂ എന്ന വയറുകൾ നമ്മുടെ ഇൻകമിങ്ങിൻ്റെ RYB ടെർമിനലിൽ തന്നെയാണ് ലൂപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കാണുന്ന ആ കൺട്രോൾ വയറുകളാണ് നമ്മൾ ഇൻകമിങ്ങിൽ എടുത്തിരിക്കുന്ന RYB വയറുകൾ. ഈ 3 വയറുകളും ഇൻകമിങ്ങിൽ RYB കൊടുക്കുന്നു. നമ്മുടെ എല്ലാ ഫേസും ഉണ്ടോ എന്നും സീക്വൻസ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയുള്ള ഇൻപുട്ട് കിട്ടുന്നത് ഈ വയറുകളിൽ നിന്നാണ്. അതുകൂടാതെ ഇതിൻ്റെ കൺട്രോൾ വയറുകളുണ്ട്, 3 വയറുകൾ കൂടിയുണ്ട്. ഒരു യെല്ലോയും ഒരു ഗ്രേയും. അത് നമ്മൾ ഓൺ പുഷ് ബട്ടന് പാരലായിട്ടാണ് കൊടുക്കേണ്ടത്. 93, 94 അത് കൊടുക്കേണ്ടത്. അതുകൂടാതെ ഒരു ഗ്രീൻ വയർ ഉണ്ട്. അത് ഓഫ് സ്വിച്ചിന് സീരീസ് ആയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഒരു ലൂപ്പ് വന്നിട്ടുണ്ട്. ആ ലൂപ്പ് വഴി കയറിയാണ് 94ലേക്കാണ് 95ലേക്കാണ് ആ ഗ്രീൻ വയർ കൊണ്ട് കൊടുക്കേണ്ടത്. അതായത് മുകളിലുള്ള ലൂപ്പ് വഴി കയറി ഇറങ്ങിയാണ് വരേണ്ടത്. നമ്മൾ ഫ്ലോട്ട് സ്വിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആ ലിങ്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഫ്ലോട്ട് സ്വിച്ച് അവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ടാങ്കിലെ ലെവൽ അനുസരിച്ച് നമുക്കിത് കണക്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ 2 യെല്ലോ വയർ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലോട്ട് സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്ന വയറാണ്. വാട്ടർ ടാങ്കിൽ നിന്നുമാണ് അത് വരുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇതിന് 3 പൊസിഷനുകളാണ് ഉള്ളത്: ഓട്ടോ, മാനുവൽ, ബൈപ്പാസ്. നമ്മൾ മുകളിൽ ഓട്ടോയിലേക്ക് ഇടുകയാണെങ്കിൽ പവർ കൊടുത്തതിന് ശേഷം നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്ന ടൈം എത്ര സെക്കൻഡാണോ, 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 10 സെക്കൻഡ് അതിന് ടൈം കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യുന്ന സമയത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റാർട്ടർ ഓൺ ആകുന്നതാണ്. നമ്മൾ പുഷ് ബട്ടൺ, ഈ സ്റ്റാർട്ടറിലുള്ള പുഷ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് കറണ്ട് പോയിട്ട് വരികയാണെങ്കിലും വീണ്ടും അത് ഓട്ടോ സ്റ്റാർട്ട് ആയിക്കൊള്ളും. അതുപോലെ നമ്മൾ സെക്കൻഡ് മാനുവൽ മോഡിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടറിലുള്ള ഓൺ സ്വിച്ചും ഓഫ് സ്വിച്ചുമാണ് ആ സമയത്ത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മാനുവലായി പ്രസ് ചെയ്തെങ്കിൽ മാത്രം ഓൺ ആവുകയുള്ളൂ. മാനുവലായി ഓഫ് ചെയ്യുമ്പോഴാണ് ഓഫ് ആകുന്നത്. ആ സമയത്ത് കറണ്ട് പോയിട്ട് വരികയാണെങ്കിൽ മോട്ടോർ സ്റ്റോപ്പിലായിരിക്കും, റീസ്റ്റാർട്ട് ആകത്തില്ല. നമ്മൾ മാനുവലായിട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ ഓൺ ചെയ്യേണ്ടതാണ്. 3ാമത്തെ പൊസിഷനാണ് ബൈപ്പാസ് പൊസിഷൻ. എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ SPP കേടാവുകയാണെങ്കിൽ
സ്റ്റാർട്ടർ വർക്കാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ ബൈപ്പാസിലിടുകയാണെങ്കിൽ ഈ SPP ബൈപ്പാസ് ചെയ്ത് നമുക്ക് കൺട്രോൾ സർക്യൂട്ട് കിട്ടുകയും സ്റ്റാർട്ടറിലുള്ള ഓൺ പുഷ് ബട്ടൺ വെച്ച് നമുക്ക് ഈ സ്റ്റാർട്ടറിനെ ഓൺ ആക്കുകയും ചെയ്യാവുന്നതാണ്. ആ സമയത്ത് സിംഗിൾ ഫേസിൻ്റെ പ്രൊട്ടക്ഷനോ ഫേസ് സീക്വൻസ് പ്രൊട്ടക്ഷനോ കിട്ടുന്നതായിരിക്കില്ല. ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിലിടുകയാണെങ്കിൽ ആ ടൈമർ സെറ്റ് ചെയ്ത സമയത്തിന് ശേഷം കോണ്ടാക്ടർ ഹോൾഡ് ആകും നമുക്ക് കാണാം. ഇതൊരു DOL സ്റ്റാർട്ടറിലാണ്. DOL സ്റ്റാർട്ടറിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് L&Tയുടെ MU1 എന്ന് പറഞ്ഞൊരു ബോർവെല്ലിൻ്റെ ഒരു സ്റ്റാർട്ടറാണിത്. നമുക്ക് സാധാരണ MK1 സ്റ്റാർട്ടറുകളിലും എല്ലാ സ്റ്റാർട്ടറുകളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ ഗ്രീൻ വയർ കൊടുക്കുമ്പോൾ 94-ൽ നിന്ന് 95-ലേക്കുള്ള ലിങ്ക് അഴിച്ചു മാറ്റിയ ശേഷം ഓഫ് സ്വിച്ചിന് സീരീസ് ആയിട്ടാണ് ഇതിൽ നിന്ന് വരുന്ന ഗ്രീൻ വയർ കൊടുക്കേണ്ടത്. വൈറ്റ് വയറും ഗ്രേ വയറും ഓൺ സ്വിച്ചിന് പാരലായിട്ട് കൊടുത്താൽ നമുക്ക് ഏത് സ്റ്റാർട്ടറിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.